പള്ളുവാക്കലച്ഛന്റെ ഫ്യൂണറൽ ഉണ്ടാകാൻ സാധിച്ചില്ല ഇവിടെ ആയതുകൊണ്ട്. എങ്കിലും കാര്യങ്ങളെല്ലാം അപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഇതുപോലെ ഒരു മീറ്റിംഗ് ഒന്ന് വിളിച്ചു കൂട്ടിയ മിഥുനും റൈജുവിനും ഇവിടെ ഞാൻ കാണുന്നതനുസരിച്ച് വലിയൊരു നമ്പർ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട് ആലിസ് പറഞ്ഞതുപോലെ. പക്ഷെ എങ്കിലും ഞാനും ആലിസും മാത്രം ഓർക്കുന്ന ചില ഓർമ്മകളുണ്ട്. ഞാൻ അത് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അന്ന് പള്ളുവാക്കലച്ഛന് ഒരു 36 വയസ്സ് പ്രായമാണ്. അതായത് 1977 അച്ഛന്റെ ആ പ്രീ സ്റ്റുഡന്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ആലുവ ലയോളയിലേക്കാണ് വരുന്നത്, തൈക്കാട്ടുകരയില്. അപ്പൊ ഞാനന്ന് അവിടെ ലയോളയിൽ ഞാൻ താമസിക്കുന്നു. ഞാൻ അവിടെ താമസിച്ചിട്ടാണ് UC കോളേജിൽ പോയി പഠിക്കുന്നത്. അപ്പൊ അവിടെ അന്ന് അതിനു മുമ്പ് പോൾ ലന്തപ്പറമ്പിലച്ഛനും ജോ കിഴക്കേടം അച്ഛനുമേ ഉള്ളൂ. പിന്നെ ഞാനൊരു പയ്യനും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവിടെ വരുന്നു. വളരെ ഉഷാറോടുകൂടെ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ വരുന്നു. പക്ഷെ അന്നും ഇന്നത്തെ പോലെ തന്നെ ഭക്ഷണം വിളമ്പാനായിട്ടും കാര്യങ്ങൾ എടുത്തു വെക്കാനായിട്ടും അതുപോലെ തീക്ഷ്ണത കാണിക്കുന്ന ഒരു പള്ളിവാതിക്കൽ അച്ഛൻ. ഏറെ താമസിയാതെയാണ് ആ 77 മെയ് മാസത്തിൽ അവിടെ വെച്ച് നടന്ന അന്നുണ്ടായിരുന്ന വിരലിലെണ്ണാവുന്ന കരിസ്മാറ്റിക് ലീഡേഴ്സിന് വേണ്ടിയിട്ട്, അതായത് തുരുത്തി മറ്റമച്ചൻ, CJ വർക്കി അച്ഛൻ, ഇങ്ങനെയുള്ള കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റർ ക്ലിയോപാട്ര ഒരു ട്രെയിനിങ് അവിടെ വെച്ച് നടത്തി. ആ കൂട്ടത്തിൽ ആലിസ് കുട്ടിയും ഞാനും പിള്ളേര്, ഞങ്ങളാണ് കൂട്ടത്തിലെ കൊച്ചുങ്ങൾ, ഞങ്ങളും അവിടെയുണ്ട്. പക്ഷെ പള്ളുവാക്കലച്ഛൻ ആ ഹൗസിൽ താമസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ആദ്യമായി പള്ളുവാക്കലച്ഛനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാം എടുത്ത് വിളമ്പുന്ന ഈ ഒരു അച്ഛനെ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമെങ്കിലും ആലിസ് കുട്ടിയാണ് അച്ഛന്റെ പുറകെ നടന്ന് അച്ഛനെ ഒരു ധ്യാനം കൂടിപ്പിക്കാൻ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ പള്ളുവാക്കലച്ഛൻ അന്നും ഇന്നും അതിനു മുമ്പും പിമ്പും ഔദാര്യതയിലും സേവനത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ കരിസ്മാറ്റിക് നവീകരണത്തില് അച്ഛൻ ആ 77 ആദ്യമായി ഒരു ധ്യാനം കൂടുന്നതും കടന്നു വരുന്നതും. പക്ഷെ അതോടുകൂടെ എനിക്ക് തോന്നുന്നു അച്ഛൻ നവീകരണമായി തീർന്നു. അച്ഛന്റെ ജീവിത മേഖല 78 അച്ഛൻ ആദ്യമായി ഒരു ധ്യാന പ്രസംഗം, അത് സെയിന്റ് ആൽബർട്ട്സ് സ്കൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഒരു ധ്യാനത്തിനാണ് അച്ഛൻ ആദ്യമായി ഒരു കരിസ്മാറ്റിക് ധ്യാനം കൊടുക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ അച്ഛൻ വളരെ സജീവമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇൻസിഡൻസ് പറയാമെങ്കിൽ ധാരാളം സംഭവങ്ങൾ ഓർമ്മയുണ്ട്. അച്ഛൻ മനുഷ്യരെ അതുപോലെ പുറകെ നടക്കുന്ന, സ്നേഹിക്കുന്ന, വീട്ടിൽ ഓടിയെത്തുന്ന, എൻ്റെ വീട്ടിലും എൻ്റെ എറണാകുളത്തെ വീട്ടിലായാലും കുമ്പളങ്ങിയിലെ വീട്ടിലായാലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഓടിയെത്തുന്നത് പള്ളുവാക്കലച്ഛനായിരിക്കും. ഈ കഥ എല്ലാവർക്കും പറയാനുണ്ടാകും. എൻ്റെ ഒരു പ്രാർത്ഥന ഇന്ന് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വിധത്തിൽ നമ്മുടെ ഈ ഒരു മുന്നേറ്റത്തിന്റെ ഒരു DNA എന്ന് പറയുന്നത് ഈ ഒരു ഔദാര്യവും സ്നേഹവും, ആര് ഒരു വിധത്തിൽ പറഞ്ഞാൽ മാറി നിൽക്കുന്ന, ഇച്ചിരി വ്യത്യസ്തതയുള്ള, പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ വിടാതെ പിടിച്ചു നിർത്തുന്ന, കൂടെ നിർത്തുന്ന അച്ഛന്റെ ആ ഒരു മനോഭാവം, അത് നമുക്ക് വളരട്ടെ. സുവിശേഷവൽക്കരണത്തിന്, സഭയിലെ സുവിശേഷവൽക്കരണത്തിന് അതൊരു മുതൽക്കൂട്ടാകട്ടെ. കർത്താവ് പള്ളുവാക്കലച്ഛന് നിത്യ ശാന്തി നൽകട്ടെ. ആമേൻ.